സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. ബി.ജെ.പി. കൊടകര കുഴൽപ്പണക്കേസിൽ തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു. മൊഴിയെടുപ്പ് സതീഷിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ അടിയന്തര യോഗം വിളിച്ചു മുഖ്യമന്ത്രി. വിജിലൻസ് അന്വേഷണ നടപടികൾക്ക് തുടക്കം. അന്വേഷണം കോട്ടയ്ക്കൽ മാത്രം ഒതുങ്ങില്ലെന്ന ധനമന്ത്രി. അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന. ജയിലുകൾ തിരുത്തൽ പ്രക്രിയയ്ക്കുള്ള ഇടങ്ങളായി മാറണമെന്ന മുഖ്യമന്ത്രി. ചെറിയ കുറ്റവാളികൾ വലിയ കുറ്റവാളികളായി മാറരുത്. അന്തേവാസികൾക്ക് ജയിലുകളിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി. മോദി ഭരണത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്കിൽ വൻ ഇടിവ്. നടപ്പു സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ വളർച്ച 5.4 കൂപ്പുകുത്തി. 1.5 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കെന്ന കണക്കുകൾ. ഫിൻജാൻ ചുഴലിക്കാറ്റ് കരയിലേക്ക്. ഉച്ചയ്ക്ക് ശേഷം തീരം തൊടും. തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. 8 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി. ചെന്നൈയിൽ നിന്നുള്ള 13 വിമാനങ്ങൾ റദ്ദാക്കി. കേരളത്തിലും പരക്കെ മഴയ്ക്ക് സാധ്യത. റാഗോ കേബിൾ ജീവനക്കാരന്റെ ആത്മഹത്യ ദുഃഖകരമായ സംഭവമെന്ന് മന്ത്രി പി രാജീവ്. ആത്മഹത്യയുടെ കാരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി. ഉത്തരാഖണ്ഡിൽ റാഫ്റ്റിംഗിനിടെ മലയാളിയെ കാണാതായ സംഭവത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കത്തയച്ച ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. സംഭവത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കത്ത്. രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലാക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ. കായംകുളത്ത് ഗാർഹിക പീഡന കേസിൽ CPM പുറത്താക്കിയ ആൾക്ക് BJP അംഗത്വം. വിപിൻ സി ബാബുവിന് BJP അംഗത്വം നൽകി. ഭാര്യയുടെ പരാതിയിൽ വിപിൻ സി ബാബുവിനെ CPM സസ്പെൻഡ് ചെയ്തിരുന്നു. കോട്ടയത്തെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും റിപ്പോർട്ട്. എറണാകുളം പെരുമ്പാവൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. ബംഗാൾ സ്വദേശിയാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. രാവിലെ 7:40ഓടെയായിരുന്നു സംഭവം. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സംഘർഷം. വിധികർത്താക്കൾക്ക് നേരെ ചെരുപ്പും കുപ്പിവെള്ളവും എറിഞ്ഞു. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലായിരുന്നു സംഘർഷം. കൊടുവള്ളി സ്വർണ്ണ കവർച്ചയിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. രമേശ്, ലതീഷ്, ബിബി, സരീഷ്, വിമൽ എന്നിവരാണ് പിടിയിലായത്. രമേശ് നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് മറ്റുള്ളവർ സ്വർണം കവർന്നെന്ന പോലീസ്. ശബരിമലയിൽ വരുമാനത്തിൽ വൻ വർധനവ്. 12 ദിവസത്തിനുള്ളിൽ വരുമാനം 63 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും 15 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത്. പത്തനംതിട്ട MC റോഡിൽ കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന രാജേഷ്, ഭാര്യ ദീപ, മക്കൾ മീനാക്ഷി, മീര എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിൽ ബസ് മറിഞ്ഞ അപകടം. ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസിൽ ചക്കരപ്പറമ്പിന് സമീപമാണ് ഡിവൈഡറിലിടിച്ച് ബസ് മറിഞ്ഞത്. കോയമ്പത്തൂരിൽ നിന്നും വർക്കലയിലേക്ക് വിനോദയാത്ര പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് കാഞ്ഞിരപ്പൊയിലിൽ മഹാശിലായുഗത്തിലേതെന്ന് കരുതുന്ന പാദമുദ്രകളും മനുഷ്യരൂപവും കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പുരാതന സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത്. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 15ാമത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നാളെ തൈക്കാട് KSTA ഹാളിൽ.
ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. ബെഫി സംസ്ഥാന വനിതാ സബ് കമ്മിറ്റി കൺവീനർ KS രമ വനിതാ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കും. കേരള ബാങ്കിന്റെ 5ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഷോർട്ട് റൺ സംഘടിപ്പിച്ചു. പാലക്കാട് അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഷോർട്ട് റൺ കേരള ബാങ്ക് ഡയറക്ടറും മലമ്പുഴ MLAയുമായ A പ്രഭാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രഥമ സിറിയക് ജോൺ സ്മാരക പ്രതിഭാ പുരസ്കാരം എമേഴ്സൺ ജോസഫിന് 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് CSI കത്തീഡ്രൽ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യും. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവുമായി അതിഥി തൊഴിലാളികൾ പിടിയിൽ. 15 കിലോ കഞ്ചാവുമായി സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരാണ് പിടിയിലായത്. ജാർഖണ്ഡ് സ്വദേശികളായ 2 സ്ത്രീകളും 4 പുരുഷന്മാരുമാണ് അറസ്റ്റിലായത്. കാപ്പ ഉത്തരവ് ലംഘിച്ചയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. കോതമംഗലം മലയൻകീഴ് സ്വദേശി അലക്സിനെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രസ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു കേസിൽ മദ്രസ അധ്യാപകന് 70 വർഷം കഠിന തടവും 1,15,000 രൂപ പിഴയും. എറണാകുളം പട്ടിമറ്റം സ്വദേശി ഷറഫുദ്ദീനെയാണ് പെരുമ്പാവൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. കാസർഗോഡ് പന്നി ഫാമിലെ മാലിന്യക്കുഴിയിൽ വീണ് നേപ്പാൾ സ്വദേശിയായ തൊഴിലാളി മരിച്ചു. നേപ്പാൾ ഇലാം സ്വദേശി മഹേഷ് റായ് ആണ് മരിച്ചത്. പോലീസും അഗ്നിരക്ഷാസേനയും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രതിക്ക് തടവ് ശിക്ഷ വിധിച്ച കൊയിലാണ്ടി പോക്സോ കോടതി. കറുത്തപറമ്പ് സ്വദേശി അബ്ദുറഹീമിനെയാണ് കോടതി ശിക്ഷിച്ചത്. 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. രാത്രി ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. ബീഹാർ സ്വദേശി സഞ്ജയ് പസ്വാനാണ് അറസ്റ്റിലായത്. പന്തീരാങ്കാവ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. പോലീസിനെ കണ്ടോടിയ യുവാവിനെ പിടികൂടി. പരിശോധിച്ചപ്പോൾ കിട്ടിയത് 1.44 കിലോഗ്രാം കഞ്ചാവ്. കല്ലായി മുഖത്താർ സ്വദേശി അബ്ദുൾ സമദാണ് പിടിയിലായത്. കേളകത്ത് 4 വയസ്സുകാരനെ കൂടെയിരുത്തി 14 വയസ്സുകാരൻ കാർ നിരത്തിലിറക്കി. കുട്ടികളുടെ മാതാപിതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ്. പൊയ്യമല സ്വദേശി ക്ലാരമ്മ, EK ബേബി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ മാരകലഹരി മരുന്നായ MDMA നൽകി പീഡിപ്പിച്ചു. യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് ബേപ്പൂർ അരക്കിണർ സ്വദേശി മുഹമ്മദ് കൈഫ്. വരന് സർക്കാർ ജോലി ഇല്ലാത്തതിനാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറി നവവധു. UPയിലെ ഫറൂഖാബാദിലാണ് സംഭവം. എന്നാൽ മാസം 1.2 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന എഞ്ചിനീയറാണ് വരൻ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ഇടിവ്. GDP വളർച്ചാ നിരക്ക് 5.4% താഴ്ന്നുവെന്ന വിവരം. സാമ്പത്തിക വർഷത്തിലെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള 2ാം പാദ കണക്കാണ് ഇത്. ഉൽപാദനം, ഉപഭോഗം, ഖനനം എന്നിവയിലെ വളർച്ചാ നിരക്ക് കുറഞ്ഞതാണ് സാമ്പത്തിക വളർച്ചയിലെ ഇടിവ് ഉണ്ടായതെന്ന റിപ്പോർട്ട്. നടപ്പുവർഷം ഏപ്രിൽ-ജൂൺ പാദത്തിൽ 6.7% GDP വളർച്ച. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബന്ധുക്കൾ 5 കോടി രൂപ പിൻവലിച്ചെന്ന പരാതിയുമായി പുൽവാമ രക്തസാക്ഷിയുടെ ഭാര്യ. വീരമൃത്യു വരിച്ച രോഹിതാഷ് ലാംബയുടെ ഭാര്യ മഞ്ജു ലാംബയാണ് ഹർമാര പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തത്.
പ്രസവത്തിനായി യുവതിക്ക് ജാമ്യം അനുവദിച്ച ബോംബെ ഹൈക്കോടതി. ജയിലിൽ പ്രസവിക്കുന്നത് അമ്മയെയും കുഞ്ഞിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന കോടതി. ജയിലിലെ പ്രസവം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ജസ്റ്റിസ് ഊർമിള ജോഷി ഫാൽക്കെ. അത്തരം കേസുകൾ മാനുഷിക പരിഗണനകൾ അർഹിക്കുന്നുണ്ടെന്നും ജസ്റ്റിസ്. മഹാരാഷ്ട്രയിൽ MSRTC ബസ് മറിഞ്ഞു, 8 മരണം, നിരവധി പേർക്ക് പരിക്ക്. ഗോണ്ടിയയിലെ ഹജ്രി ഗ്രാമത്തിലാണ് സമീപമാണ് അപകടമുണ്ടായത്. മഹാരാഷ്ട്രയിലെ ബസ് അപകടത്തിൽ പരിക്കേറ്റവരെ അടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് പോലീസ്. അപകടത്തിൽപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ അടിയന്തര സഹായം പ്രഖ്യാപിച്ച സർക്കാർ. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 151 ലൈംഗികാതിക്രമ പരാതികളെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 7 വർഷത്തിനിടെയുള്ള കണക്കാണ് ഇത്. ലഭിച്ച ലൈംഗികാതിക്രമ പരാതികളിൽ 98% പരിഹരിച്ചെന്ന JNU സർവകലാശാല. 3 എണ്ണത്തിന്റെ അന്വേഷണം മാത്രമാണ് പുരോഗമിക്കുന്നതെന്നും JNU. 2018-19 അധ്യയന വർഷത്തിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചത്. പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തി ഓസ്ട്രേലിയ. പിഴ ചുമത്തുന്നത് ഭീമൻ തുക. സബ്വേ ഡ്രൈവർ ടോയ്ലറ്റിൽ പോവാൻ അടിയന്തരമായി വണ്ടി നിർത്തി. സിയോളിൽ 125 ട്രെയിനുകൾ വൈകിയതായി റിപ്പോർട്ട്. ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപായി ക്യാമ്പസിൽ തിരിച്ചെത്തണമെന്ന വിദ്യാർത്ഥികളോട് US സർവകലാശാല. അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടനാടുകടത്തൽ നടപ്പാക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. മാഡ്രിഡിലെ പ്രളയ സാഹചര്യത്തിന് പിന്നാലെ കാലാവസ്ഥാ അവധിക്ക് അംഗീകാരം നൽകി സ്പെയിനിലെ ഇടത് സർക്കാർ. കാലാവസ്ഥ മോശമായ സാഹചര്യങ്ങളിൽ യാത്ര ഒഴിവാക്കാനും നിർദ്ദേശം. ന്യൂയോർക്കിൽ 52 കോടി രൂപയ്ക്ക് വാഴപ്പഴം ലേലത്തിൽ പിടിച്ച ക്രിപ്റ്റോ കറൻസി സംരംഭകൻ ജസ്റ്റിൻ സൺ എന്ന ചൈനീസ് വംശജനാണ് വാഴപ്പഴം സ്വന്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ വാഴപ്പഴം കഴിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റിൻ. മുംബൈ ഗൾഫ് മെഡിക്കൽ സർവകലാശാല ബിരുദദാന ചടങ്ങ് നടത്തി. ഗൾഫ് മെഡിക്കൽ സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ 561 വിദ്യാർത്ഥികൾ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തു. മലയാള മിഷൻ ഒമാൻ അക്ഷരം 2024 സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ച് വിതരണം ചെയ്ത സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി. ഗ്ലോബൽ ഇവന്റ്സിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ്. ചടങ്ങിൽ മലയാള മിഷൻ ഒമാൻ സെക്രട്ടറി അനു ചന്ദ്രൻ, ട്രഷറർ P ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ UAE കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രമുഖ അറബ് കവി ഖാലിദ് അൽ ബദൂർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. KMCC ഒരുക്കുന്ന സാംസ്കാരിക മഹാസമ്മേളനം ഡിസംബർ 1 നടക്കും. 53ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി. ദുബായ് ഊദ്മേധയിലെ അൽ നാസർ ലഷർലാൻഡിൽ വെച്ചാണ് പരിപാടികൾ. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ദുബായ് കോൺസുലേറ്റ് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. നടപടികൾ സുതാര്യമാക്കാൻ കോൺസുലേറ്റിന്റെ തീരുമാനം സഹായകരമാകുമെന്ന് KMCC നേതാവ് ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡിന് 20 കോടി രൂപ പിഴ വർദ്ധിച്ച ഒമാൻ കോടതി. ആശങ്കയുമായി രക്ഷിതാക്കൾ ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാന് നിവേദനം നൽകി. മോഹൻലാൽ ചിത്രം തുടരുമിന്റെ പുതിയ അപ്ഡേറ്റുകൾ പുറത്ത്. മോഹൻലാലും ശോഭനയുമാണ് ചിത്രത്തിൽ ജോഡികളായി എത്തുക. മോഹൻലാലിന്റെ കരിയറിലെ 360ാമത്തെ ചിത്രമാണ് ഇത്.
സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത മോഹൻലാൽ ചിത്രം തുടരും. ചിത്രത്തിലെ നാടോടിക്കാട്ടിലെ രംഗങ്ങളുമായി താരതമ്യം ചെയ്ത ആരാധകർ. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് തുടരുമെന്ന സിനിമ നിർമ്മിക്കുന്നത്. ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാകും മോഹൻലാൽ ചിത്രത്തിലെത്തുക. വിജയുടെ മകൻ സഞ്ജയ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രത്തിലെ ഹീറോയെ പ്രഖ്യാപിച്ചു. യുവതാരം സന്ദീപ് കിഷയാണ് നായകനായി എത്തുക. ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിട്ടില്ല. പാൻ ഇന്ത്യൻ ശ്രദ്ധ ആകർഷിക്കത്തക്ക നിലവാരമുള്ള കഥയാകും സഞ്ജയ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേതെന്ന് വിവരം. 2025 ജനുവരിയോടെ പ്രൊജക്ടിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും റിപ്പോർട്ട്. വിജയ് സേതുപതി ചിത്രം മഹാരാജ ആദ്യ റിലീസിൽ സ്വന്തമാക്കിയത് 104.84 കോടി രൂപയെന്ന റിപ്പോർട്ട്. ചൈനയിൽ മഹാരാജ തിയേറ്ററുകളിലെത്തി. നിഥിലൻ സംവിധാനം ചെയ്യുന്ന നയൻതാര ചിത്രം മഹാറാണിയുടെ അണിയറ ഒരുക്കങ്ങൾ ഉടൻ ആരംഭിക്കും. ഫാഷൻ സ്റ്റുഡിയോസിനാണ് മഹാറാണിയുടെ നിർമ്മാണ ചുമതല. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.